മുറുക്ക് എങ്ങനെയുണ്ട്? മുറുക്ക് വളരെ ക്രിസ്പി ആയിട്ടുണ്ട്. ശരിക്കും വളരെ വളരെ ഗംഭീരമായിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് പൊട്ടുകടലയും അരിപ്പൊടിയും ചേർത്തിട്ട് ഒരു മുറുക്ക് എങ്ങനെയാണ് ചായക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടുകടല വെച്ചിട്ടുള്ള ഒരു മുറുക്കാണിത്. എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കാമെന്ന് നോക്കാം. കടല വെച്ചിട്ട് മുറുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പൊട്ടുകടല എടുത്തു. ഇനി നമുക്ക് ഇത് കടല നന്നായിട്ട് കടല നന്നായിട്ട് അരിച്ചെടുക്കുക. ചെറിയ കട്ടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുക. അളന്നെടുക്കുക. ഒരു 1/4 കപ്പ് പൊട്ടുകടല പൊടിച്ചത് എടുക്കും. പൊട്ടുകടല പൊടിച്ചത് ഒരു ബൗളിലേക്ക് കപ്പ് പൊട്ടുകടല ആയതുകൊണ്ട് ഇതേ അളവിൽ 4 കപ്പ്, ഇതിപ്പോൾ ഒന്നെടുത്തു, 4 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏകദേശം 1 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുക. എള്ള്, കറുത്ത എള്ള കേട്ടോ. കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർക്കാനുള്ളത് കുറച്ച് വെണ്ണയാണ്. ഒരു ടേബിൾ സ്പൂണിലും കുറച്ച് കുറവ് വെണ്ണ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരു ബോളാക്കി കൊടുക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന മാതിരി തന്നെ നന്നായിട്ട് കുഴച്ചെടുത്തു. സേവനാഴിയിലിട്ട് കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് മുറുക്ക് ഇങ്ങനെ കുറേശ്ശെയായിട്ട് ആക്കി കൊടുക്കുക. ഇത് റൗണ്ട് മുറുക്കല്ല, പീസായ മുറുക്കുകളില്ലേ നമ്മൾ വാങ്ങിക്കാൻ കിട്ടില്ലേ ഷോപ്പിൽ നിന്നൊക്കെ, അങ്ങനെയാണ്. നമുക്ക് റെഡിയായി. നമുക്ക് കോരി മാറ്റാം. നമുക്ക് വറുത്തെടുക്കാം. ഇതിൽ ഉഴുന്ന് ചേർത്തിട്ടില്ല, പൊട്ടുകടലയല്ലേ നമ്മൾ ചേർത്തത്. സാധാരണ മുറുക്കിന് ഉഴുന്ന് വേണം എന്നല്ലേ പറയും. ഉഴുന്നില്ലാതെ പൊട്ടുകടല ചേർത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കും. ടേസ്റ്റി മുറുക്ക് റെഡിയായി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ പാട്ടുണ്ടോ ഒന്ന്? ഉഷാകിരണങ്ങൾ പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകളലിഞ്ഞു